The Gospel according to St. Matthew chapter 10 verse 28. Do not fear those who kill the body but cannot kill the soul. Rather, fear him who can destroy both soul and body in hell. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. There are two kinds of plagues, one that can end our life and one that can ruin our soul. രണ്ട് തരം ബാധകളുണ്ട്. ഒന്ന് ജീവിതത്തെ ഇല്ലാതാക്കുന്നതും മറ്റൊന്ന് ആത്മാവിനെ നശിപ്പിക്കുന്നതും. During the Apostles' fast, we remember the apostles who followed Christ with great courage. They did not ever try to avoid death, but they for sure lived to overcome the sickness of sin. ഈ ശ്ലീഹാനോമ്പിൽ കർത്താവിനെ അനുഗമിച്ച പരിശുദ്ധ ശ്ലീഹന്മാരെ നാം അനുസ്മരിക്കുമ്പോൾ, അവരുടെ ധീരതയെ നാം സ്മരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. അവർ ഒരിക്കലും മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല. എന്നാൽ പാപമാകുന്ന രോഗത്തെ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. Physical sickness like a pandemic can hurt our body, but spiritual sickness like pride, greed, envy and lust quietly harms the soul and separates us from God. ശാരീരിക അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ബലത്തെ കുറയ്ക്കുമായിരിക്കാം. പക്ഷേ ആത്മീയ രോഗങ്ങളോ അഹന്തയാകാം, കാമമാകാം, സ്വാർത്ഥതയാകാം, പകയാകാം, അത് ആത്മാവിനെ നശിപ്പിക്കുന്നതാണ്. നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്. One may take away our health, the other steals our holiness and peace with the Lord. ശാരീരിക അസുഖങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് അല്പം ക്ഷയം സംഭവിച്ചേക്കാം. ആത്മീയ രോഗമോ നമ്മുടെ വിശുദ്ധിയും ദൈവവുമായിട്ടുള്ള നമ്മുടെ സമാധാനവും ഇല്ലാതാക്കുന്നു. The apostles did not live easy or safe lives. They lived holy and faithful lives. വിശുദ്ധിയുള്ളതും വിശ്വസ്തതയുള്ള ജീവിതമാണ് പരിശുദ്ധ അപ്പോസ്തലന്മാർ നയിക്കുവാൻ ശ്രമിച്ചത്. Their strength came not from being fearless, but from trusting God. അവരുടെ ശക്തി ദൈവാശ്രയത്തിലായിരുന്നു. That is how we must live too. നമ്മുടെ ഓരോരുത്തരുടെയും ആശ്രയം ദൈവമായിരിക്കണം. Fasting is not just giving up food, it is letting go of the secret sins inside us. ഭക്ഷണം വെടിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മളിലുള്ള പാപത്തെ വെടിയുവാൻ നമുക്ക് സാധ്യമാകണം. It is turning away from the world's lies and asking God to heal our hearts. നമ്മുടെ ഹൃദയത്തെ സൗഖ്യമാക്കുവാൻ ദൈവത്തോടുള്ള നിരന്തരമായ യാചനയായിരിക്കണം. Jesus Christ is our true medicine. ക്രിസ്തുവാണ് നമ്മുടെ യഥാർത്ഥ ഔഷധം. Repentance is the path to healing. അനുതാപത്തിലൂടെ മാത്രമേ ഈ സൗഖ്യത്തിലേക്കുള്ള വഴിയിൽ നമുക്ക് സഞ്ചരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. As Abba Isaiah once said, quote, "He who abides in purity and holiness is beyond the reach of affliction," end quote. വിശുദ്ധിയിലും നൈർമല്യത്തിലും വസിക്കുവാൻ നമുക്ക് സാധ്യമാകണം. So let us not only fear death, let us fear sin even more. മരണത്തെ മാത്രം ഭയപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. പാപത്തെയാണ് കൂടുതലും നാം ഭയക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. O Lord Jesus Christ, healer of soul and body, take away the hidden plagues within us. Wash us in your mercy. Fill us with your Holy Spirit. Make us holy
as you are holy. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആന്തരികമായ ജീവിതത്തിലുള്ള ബാധകളെ അവിടുന്ന് ഇല്ലാതാക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ കഴുകണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കണമേ. അങ്ങെപ്രകാരം വിശുദ്ധിയുള്ളവനായിരിക്കുന്നുവോ ഞങ്ങളും വിശുദ്ധിയുള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.